ഹോർമുസ് കടലിടുക്ക് യുദ്ധക്കളമാക്കി ഇറാനും അമേരിക്കയും. 2 UAE എണ്ണ ടാങ്കറുകൾ ഇറാൻ തകർത്തു. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇന്ത്യ ഡൽഹിയിൽ ഇറാന്റെ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഹോർമുസിൽ വീണ്ടും US ഉപരോധം കൊണ്ടുവരാനാണ് ട്രംപിന്റെ നീക്കം. ഇതിന് ലോകരാജ്യങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്നും പ്രഖ്യാപിച്ചു. പകരം ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള നിയമം പാർലമെന്റിന്റെ പരിഗണനയിലാണെന്ന് ഇറാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലേക്ക് US വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. പ്രതികാരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വർഷിക്കുകയും ചെയ്തു. അജയ് സുധ ബിജു ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, വലിയ ഏറ്റുമുട്ടലിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്ന സാഹചര്യമാണ്. നാവിക ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനം ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, ഹോർമുസ് കടലിടുക്കിന്റെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി കൊണ്ട് ഇരിക്കുകയാണ് ഓരോ നിമിഷവും. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഉപരോധം നിലവിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇറാൻ പുതിയ നിയമം പാസ്സാക്കാനിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പലതവണ ഇറാൻ ഒരു നിയമം കൊണ്ടുവന്നതാണ്. പേർഷ്യൻ ഗൾഫ് ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരമൊരു നിയമം ഇറാൻ പാർലമെന്റിൽ പാസ്സാക്കാനിരുന്നത്. എന്നാൽ ഇത് പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് യുഎസുമായിട്ടുള്ള കരാർ കാരണമൊക്കെ പലതവണ അത് നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു അംഗം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹോർമുസിന് വേണ്ടി അമേരിക്കയും ഇറാനും തമ്മിൽ വടംവലി തുടരുകയാണ്. ഇതിൽ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്തു കൂടി കടന്നുപോയ 2 UAE ടാങ്കറുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ടായിരുന്നു. ഈ സംഭവത്തിനെ തുടർന്ന് ഇറാന്റെ ഇന്ത്യയിലുള്ള ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിൽ വെച്ചാണ് ഈ ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. മുഹമ്മദ് ജാവദ് ഹുസൈനി ഇത്തരത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തുകയും ഇന്ത്യയുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാം എന്നുള്ള മറുപടി അദ്ദേഹം തിരിച്ച് നൽകിയതായിട്ടുമാണ് വിവരമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം US ഭാഗത്ത് നിന്ന് ഇറാന്റെ വിവിധ നഗരങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണവും നടന്നിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഗൾഫ് മേഖലയിലേക്കാണ് ആക്രമണം നടത്തിയത്. കുവൈറ്റിനും ബഹ്റൈനും പുറമെ ജോർദാനിൽ കൂടി ഇറാന്റെ മിസൈൽ വർഷം ഉണ്ടായിട്ടുണ്ട്. ജോർദാനിൽ ഒരു യുഎസിന്റെ എയർഫോഴ്സ് കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയും ക്രമാതീതമായിട്ട് ഉയർന്നിട്ടുണ്ട്. നിലവിൽ $84 എന്നുള്ള നിലയിലാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഒമാന്റെ തീരത്ത് മറ്റൊരു കപ്പലിൽ കൂടി ഒരു ടാങ്കറിൽ കൂടി ആക്രമണം നടന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഒരു രാജ്യവും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ US നടത്തുന്ന ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം കൊണ്ടുവരുന്നതിനോടൊപ്പം US ഭാഗത്ത് നിന്ന് ഒരു ടോൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം. ഇതിന് ട്രംപ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഹോർമുസിൽ US തങ്ങളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിത പാത നൽകുന്നതിന് ബദലായിട്ട് ആ കപ്പലുകൾ അതുവഴി ചരക്ക് നീക്കം നടത്തുന്നതിൻ്റെ 20% തുക അമേരിക്കയ്ക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യണം എന്നാണ് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ട്രൂ സോഷ്യലിൽ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. ഇത്തരത്തിൽ US ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോർമുസ് കടലിന് വേണ്ടി വാഗ്വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.